ഭാരതയാത്ര 2014. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ആണവ നിലയത്തിനെതിരെ നടന്ന രാജ്യം ഉറ്റുനോക്കിയ വലിയ സമരത്തിന് സാക്ഷ്യം കണ്ട കൂടംകുളം ഇന്ന് തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ആണവ വിരുദ്ധ സമരത്തിന്റെ ബാക്കിയെ ജനവിധിക്കായി വെക്കുന്നു അവിടുത്തെ സമരനായകർ. ആണവ പദ്ധതിക്കെതിരെ ജനത്തെ നയിച്ച ഉദയകുമാറാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കന്യാകുമാരി മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഇന്ത്യയിൽ ന്യൂക്ലിയർ സാങ്കേതിക വിജ്ഞാന വ്യാപനത്തെക്കുറിച്ച് ഒട്ടേറെ വിവാദങ്ങൾ നടന്നുപോകുന്നുണ്ട്. എന്നാൽ കൂടംകുളത്ത് ആണവ നിലയം പരത്തുന്ന ജീവന്റെ ഭീതിയാണ് പ്രക്ഷോഭകാരികൾ പ്രധാനമായും പ്രതിഷേധിക്കുന്നത്. റഷ്യൻ സഹായത്തോടെ ഇന്ത്യ സ്ഥാപിക്കുന്ന വൻ വൈദ്യുത ഉൽപാദന ശേഷിയുള്ള ആണവ പദ്ധതി, ഇതിലുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ അപകട സാധ്യതയുള്ളതാണെന്നും സമീപത്തെ മനുഷ്യർക്ക് വികിരണം വഴി മാറാരോഗങ്ങൾ വന്നുചേരുമെന്ന ഭയം, പിന്നെ ആണവ നിലയത്തോട് ചേർന്നുള്ള കടൽ തങ്ങളുടെ നിത്യജീവിതത്തിന്റെ വഴിയായതിനാൽ അവിടെ മലിനപ്പെടുമെന്ന ഭീതി, ഇതൊക്കെയാണ് സ്ഥലവാസികളെ പ്രക്ഷോഭത്തിന് ഇറക്കിവിട്ടത്. സമരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉദയകുമാർ ജനരോഷത്തിന്റെ മുൻനിര നായകനായി. അവിടെ തുടങ്ങുന്നു ഉദയകുമാറിന്റെ പോരാട്ടത്തിന്റെ കഥ. ആം ആദ്മി പാർട്ടിയുടെ ഇന്ത്യയിലെ തന്നെ സ്ഥാനാർത്ഥിയുള്ള ഒരാളാണ് കന്യാകുമാരി മണ്ഡലത്തിലെ ഉദയകുമാർ. ജനങ്ങളുടെ ഇടയിൽ ഇത്രയ്ക്ക് സ്വാധീനമുള്ള, ജനങ്ങളുടെ മനസ്സറിയുന്ന മറ്റൊരു സ്ഥാനാർത്ഥി ആം ആദ്മി പാർട്ടിക്ക് ആയിട്ടില്ല താനും. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് ഇവിടെയുള്ള ഒരു വിജയം ഏറ്റവും സുപ്രധാനമാകുന്നു. കന്യാകുമാരി മണ്ഡലത്തിൽ കടലോരങ്ങളും ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും താണ്ടി ഉദയകുമാറിന്റെ പ്രചാരണം ചെറുസംഘമായി നീങ്ങുന്നു. തുറന്ന ജീപ്പിൽ ചുരുക്കം ആൾക്കൂട്ടം ഓരോ കവലകളിലും എത്തുമ്പോൾ ഓടിക്കൂടുന്നത് ഏതാനും പേർ മാത്രം. ഉദയകുമാർ ജനങ്ങളോട് ആണവ സമരത്തിന്റെ ബാക്കിയാണ് പറയുന്നത്. സർക്കാരിനെതിരെയുള്ള സമരം മാത്രമല്ല, ജനങ്ങളുടെ ജീവിതത്തിനു വേണ്ടിയുള്ള സമരം കൂടിയാണിത്. മാർത്താണ്ഡത്തിനടുത്ത് ഉൾവഴികളിൽ ചെറിയ കവലകളിൽ കൂടുന്ന പൊതുജനത്തെ പ്രതീക്ഷിച്ചാണ് പ്രചാരണത്തിന്റെ സഞ്ചാരം. കൂടംകുളം പ്രക്ഷോഭമായിരിക്കും ഒരുപക്ഷെ ഈ മണ്ഡലത്തിൽ ഒരു പ്രേം ഇഷ്യൂ ആയി നിങ്ങൾക്ക് ഉയർത്താൻ കഴിയുമായിരുന്നു. മാസങ്ങളായിട്ട് വന്ന ഒരു എഫേർട്ടുണ്ട്. അതിനപ്പുറം ഇലക്ഷൻ്റെ മുന്നിൽ എന്താണ് ഇഷ്യൂസ് ജനങ്ങളുടെ മുന്നിലുള്ളത്? ഞങ്ങൾ കറപ്ഷൻ പറ്റി സംസാരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ കംപ്ലീറ്റ് കളം മോഷിച്ച് പുറത്ത് അയക്കുന്നത്, ഇങ്ങനെ പ്രൈവറ്റ് കമ്പനീസ് ഇതിൽ ലാഭം കാണുന്നത്, ഇതുപോലുള്ള വിഷയങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പ്രൈസ് റൈസ് പറ്റി പറയുന്നുണ്ട്. നമ്മൾ ആ സ്റ്റഡി ഡിറ്റീരിയറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്, നമ്മുടെ ഹെൽത്ത് സർവീസസ് ആയാലും ശരി, എഡ്യൂക്കേഷണൽ സർവീസ് ആയാലും ശരി, ട്രാൻസ്പോർട്ടേഷൻ, റോഡുകൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലുള്ള ഡിറ്റീരിയറേഷൻ, ആ സേഫ്റ്റി ഇല്ലാത്ത അവസരം പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ബസ് സ്റ്റോപ്പുകൾ, ചെറുവഴികൾ തിരിയുന്ന ഇടങ്ങൾ, അങ്ങനെ പ്രചാരണം പതിയെ നീങ്ങി. എല്ലായിടങ്ങളിലും വലിയ വ്യത്യാസമില്ലാത്ത പ്രസംഗം. ആണവ പദ്ധതിയുടെ പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾ, സർക്കാരുകളുടെ താൽപ്പര്യങ്ങൾ, ഇങ്ങനെ പലതും. ചൂലുകുത്തിയ തുറന്ന വണ്ടിയിൽ ചെറിയ ഫ്ലക്സ് പ്രിന്റും പിന്നെ വിതരണം ചെയ്യുന്ന ബിറ്റ് നോട്ടീസുകളും. പ്രസംഗത്തിനിടയിൽ കോൺഗ്രസിനും BJPക്കും കണക്കിന് വിമർശനം. തമിഴ് ജനതയോട് DMKയും ADMKയും ഇതേ ചതി തന്നെ ചെയ്യുന്നുവെന്ന് ഉദയകുമാർ. നമ്മൾ ഒരു സിംഗിൾ പോയിന്റ് ഇഷ്യൂ എടുത്താൽ, മാസങ്ങൾക്ക് മുമ്പ് ശ്രീ ഉദയകുമാറും ഇവിടുത്തെ ജനങ്ങളുമെല്ലാം ഒന്നായിട്ട് അണിചേർന്നു വലിയൊരു സമരാവേശമായിരുന്നു. അന്നത്തെ ഒരു ആവേശം ഒരുപക്ഷെ ക്യാമ്പയിൻ രംഗത്തോ താങ്കളുടെ പിന്തുണയുടെ കാര്യത്തിലോ ഉണ്ടോ? അതിനുകൊണ്ട് ഇറോഷൻ വന്നിട്ടുണ്ടോ? ഇല്ല. ആക്ച്വലായിട്ട് ആ സെയിം സ്ട്രെങ്ത് ഇപ്പോഴും ഉണ്ട്. ആക്ച്വലായിട്ട് ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇടിന്തകരയിൽ മാത്രമേ ഇരുന്ന് ഈ കൂടംകുളം ആണവ നിലയം ഇഷ്യൂ പറ്റി സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 10-15 ദിവസങ്ങൾ നമ്മൾ കന്യാകുമാരിയിലുള്ള എവറി നുക്ക് ആൻഡ് കോർണറിലും നമ്മൾ ഇവർ സംസാരിക്കുന്നുണ്ട്. ആൾക്കാർ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡും ഗവൺമെൻറ്റിൻ്റെ സ്റ്റോറിയും വളരെ ബയസ്ഡ് ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആക്ച്വലി വി ഹാവ് ഗെയിൻഡ് മോർ സ്ട്രെങ്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നു. കൂടംകുളത്തിലെ പ്രതിഷേധം മാസങ്ങൾ തുടർന്നു. മത്സ്യത്തൊഴിലാളികൾ കുടുംബത്തോടെ ആണവ നിലയ പ്രദേശത്ത് തമ്പടിച്ചു. പ്രതിഷേധം ശക്തവും പലപ്പോഴും അക്രമാസക്തവുമായി. ആണവ നിലയം പ്രതിരോധിക്കുന്ന തലം വരെ പ്രതിഷേധം നീണ്ടു. കനത്ത പോലീസ് സുരക്ഷയിൽ ആണവ നിലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സർക്കാരും മുന്നോട്ടു നീക്കി. കരയിൽ പ്രതിഷേധത്തെ തല്ലിച്ചതച്ചപ്പോൾ ജനം കടലിൽ നാടൻ വള്ളങ്ങളിറക്കി ആണവ നിലയം വളഞ്ഞ് പ്രതിഷേധിച്ചു.
കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകി. ജയലളിത സർക്കാർ പലപ്പോഴും ജനങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ച വേവലാതികൾ പറയുമ്പോഴും പദ്ധതി വരുന്നത് തടയാൻ പ്രസ്താവനകൾക്കപ്പുറം ഒന്നും ചെയ്തില്ല. അങ്ങനെ കടുത്ത പ്രതിഷേധത്തിനിടയിൽ റഷ്യൻ സഹായത്തോടെ ആണവ പദ്ധതി പൂർണ്ണ രൂപത്തിൽ നിർമ്മിച്ചു. ക്യാമ്പയിൻ കൊടുങ്കുളം പദ്ധതിക്കെതിരെ ക്യാമ്പയിൻ നടക്കുമ്പോൾ തന്നെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടും അല്ലാതെയും ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് വല്ലതും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ പറഞ്ഞത് താങ്കളും താങ്കളുടെ സംഘവും ഒരുപക്ഷെ ഈ കൊടുങ്കുളം പദ്ധതി വരാതിരുന്നാൽ പ്രയോജനം കിട്ടാൻ സാധ്യതയുള്ള അന്താരാഷ്ട്ര ലോബികൾക്ക് വേണ്ടി വഴിപ്പെടുത്തി വളരെയധികം ആരോപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ആരോപണം ഇന്ന് ജനങ്ങളുടെ മുന്നിൽ പോകുമ്പോൾ എത്രത്തോളം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത്, എത്രത്തോളം വസ്തുതയായ ആളുകൾക്ക് മനസ്സിലാകും. അതൊക്കെ കള്ളമാണെന്ന് ആൾക്കാർക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലായി. കാരണം ഇവർ എങ്ങനെ ഒരു 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 യാതൊരു പ്രൂഫ് ഇതുവരെ ഇവർ പറഞ്ഞിട്ടില്ല, കൊടുത്തിട്ടില്ല. ചുമ്മാ അങ്ങനെ വെറുതെ പുറത്തുനിന്ന് പൈസ വരുന്നു, ഇവരൊക്കെ അമേരിക്കയുടെ കൈക്കൂലികളാണെന്ന് പറയുന്നതൊക്കെ വെറുതെ പോളിറ്റിക്സ് ചെയ്യുകയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ 15 ദിവസങ്ങളായിട്ട് ഞങ്ങൾ റോട്ടിൽ കിടക്കുകയാണ്. എവിടെ പോയാലും മര്യാദയും ഒരു ഒരു അഫെക്ഷനുമാണ് നമ്മൾ കാണുന്നത്, റെസ്പെക്റ്റുമായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ ആരും നിർത്തി അമേരിക്കയുടെ കൈക്കൂലിയാണല്ലോ, അമേരിക്കയുടെ പൈസ എവിടെയാണെന്ന് ആരും ചോദിച്ചിട്ടില്ല. വളരെ നന്നായിട്ട് ആൾക്കാർക്ക് അറിയാം. അങ്ങനെ ഇതുവരെ അമേരിക്കയിൽ വന്ന് പൈസ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് പവറിലിരിക്കുന്ന മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിന് ഒരു ചെറിയ കടുതാശ് കാണിക്കാൻ പറ്റത്തില്ല. അമേരിക്കയുടെ കൈക്കൂലിയാണെങ്കിൽ ഇവർ അമേരിക്കയുടെ കൂടെ സിവിൽ ന്യൂക്ലിയർ പാക്റ്റ് ഉണ്ടാക്കി അവർ അമേരിക്കയുടെ കൈക്കൂലിയാണോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കൈക്കൂലിയാണോ എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവരൊക്കെ വളരെ ഡിസ്ക്രെഡിറ്റഡ് ആണ്. ആൾക്കാർ വളരെ ഇൻ്റലിജൻ്റ് ആണ് നമ്മുടെ ഇന്ത്യയിൽ. ഭാരതയാത്ര 2014. ഭാരതയാത്ര 2014. ആണവ സമരം അമേരിക്കയെ സഹായിക്കാൻ പണം വാങ്ങി നടത്തിയതാണെന്ന് സർക്കാർ ആരോപിച്ചതിനെ ഉദയകുമാർ ഇങ്ങനെ ഖണ്ഡിക്കുന്നു. അമേരിക്കയെ ഒത്താശ ചെയ്യുന്നത് ആണവ കരാർ ഒപ്പിട്ട സർക്കാർ തന്നെയല്ലേ? കടലോരത്ത് മീൻ പിടിക്കുന്ന പാവങ്ങളുടെ ജീവിതം മുട്ടിക്കുന്ന ആണവ പദ്ധതി ഒരു സർവനാശമാകും എന്ന് പ്രചാരണ സംഘത്തിലെ മറ്റുള്ളവർ പ്രസംഗത്തിലൂടെ പഠിപ്പിക്കുന്നു. ഉദയകുമാർ ഒരു ചെറിയ ഇടവേള എടുത്തു. കടുത്ത വെയിലിൽ ദിനം മുഴുവൻ കറങ്ങുന്ന പ്രചാരണം ശരീരത്തെ നന്നായി തളർത്തുന്നുണ്ട്. ഒരു ചുടുചായ, കുറച്ച് ആശ്വാസം. ഇതിനിടയിൽ മറ്റു പ്രാസംഗികർ ജപ്പാനിലെയും റഷ്യയിലെയും നടന്ന ആണവ ദുരന്തങ്ങളെ എടുത്തുകാട്ടി കൂടംകുളം സമരത്തെ സമർത്ഥിക്കുന്നു. ரஷ்யா மாதிரி ஒரு விபத்து ஜப்பான்ல நடக்கும், நீங்க பயப்படாதீங்க, அந்த மாதிரி விபத்து நடக்க வாய்ப்பே இல்லைன்னு சொல்லி அந்த மக்களை ചുറ്റും കൂടിയ ചെറുപ്പക്കാർ പലരും സമരത്തെ അനുകൂലിച്ച് പ്രക്ഷോഭരംഗത്തിറങ്ങിയവർ. ആണവ പദ്ധതിക്കെതിരായ പ്രതിഷേധത്തെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് സർക്കാർ എതിർത്തപ്പോൾ സമരക്കാർ ഒറ്റക്കെട്ടായി നിന്നു. ഉദയകുമാറിനെതിരെ നിയമ നടപടികളും അറസ്റ്റ് വാറണ്ടും വന്നു. നിയമത്തിന്റെ പ്രതിരോധം തീർത്ത തടസ്സങ്ങൾ ആവേശത്തോടെ നേരിട്ട ചരിത്രമാണ് ഉദയകുമാറിന്റേത്. പൊളിറ്റിക്കൽ സയൻസിൽ ഉന്നത ബിരുദം, വിദേശ വിദ്യാഭ്യാസം. ഉദയകുമാർ തന്റെ നിലപാടുകൾ ആവർത്തിക്കുന്നത് വെറും കൈയോടെയല്ല. ഉദയകുമാറിനെതിരെ കേസ് വരികയും താങ്കളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുകയും താങ്കൾ സ്വമേധയാ പുറത്തു വന്ന് അറസ്റ്റ് വരിക്കാൻ പുറത്തു വരികയും താങ്കളുടെ കാല് പിടിച്ച് കയറുന്ന ജനം, കരയുന്ന സ്ത്രീകൾ, ഈ അഫക്ഷന് എത്രത്തോളം മനസ്സിൽ പേറുന്ന ആവേശം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഉദയകുമാറിനെ സംബന്ധിച്ച്? സെയിം അഫെക്ഷൻ, സെയിം ട്രസ്റ്റും ഫെയ്ത്തും ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ മാർച്ച് 29-ാം തീയതി ഇടിന്തക്കരയെ വിട്ട് പുറത്തു വന്ന് നമ്മുടെ ക്യാമ്പയിനിലേക്ക് വന്നപ്പോൾ ഇടിന്തക്കരയും അടുത്തുള്ള വില്ലേജസിലുള്ള ആൾക്കാരും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വന്ന് വേണ്ടാം, നിങ്ങൾ വളരെ സൂക്ഷിക്കണം, വളരെ എന്നൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യുമായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ പുറത്ത് വന്നത്. പക്ഷേ നമ്മൾ ക്യാമ്പയിനക്ക് വേണ്ടി നമ്മൾ പുറത്ത് വന്നതാണ്. ഇപ്പോഴും ടെലിഫോൺ ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, വന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്, നമ്മളൊക്കെ സേഫായിട്ട് ഇരിക്കുന്നോ ചോദിക്കുന്നുണ്ട്. ആ അഫെക്ഷൻ്റെ കാരണം നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരുന്നതും നമ്മൾ വിശ്വാസത്തോട് അവർക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തതുമാണ്. ലോകത്തെവിടെയും ആണവ നിലയങ്ങൾ ഉയർത്തിയ മനുഷ്യക്കുരുതികൾ ഉദയകുമാറും സംഘവും എടുത്തുകാട്ടുന്നു. ചെർണോബിൽ സ്ഫോടനത്തിൽ മരിച്ചവരുടെ നഷ്ടത്തിനും മരിച്ചു ജീവിക്കുന്നവരുടെ പരിപാലനത്തിനും റഷ്യൻ സർക്കാർ ചെലവഴിക്കുന്നത് കോടികളാണ്. വികസിത ശാസ്ത്ര രാജ്യമായ ജപ്പാൻ പോലും ആണവാപകടങ്ങൾ നേരിടാൻ ബാധ്യതപ്പെട്ടിട്ടുണ്ട്. പ്രചാരണം വീണ്ടും തുടരുന്നു. വഴിവക്കിൽ കാണുന്നവരെ കൈയുയർത്തി വണക്കം പറഞ്ഞു ചിരിച്ചും ഉദയകുമാർ ബന്ധങ്ങൾ പുതുക്കുന്നു. പിന്നെ കുറെ വിജനമായ റോഡ്. അടുത്ത കവല വരാൻ ഇരിക്കുന്നതേയുള്ളൂ. തുറന്ന വാഹനത്തിലെ മൈക്ക് സെറ്റ് നിർത്താതെ തന്നെ. ഇതിനിടയിൽ വാഹനങ്ങൾക്കിടയിലൂടെ പ്രചാരണ വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ സമയം സന്ധ്യയോടടുക്കുന്നു.
ഉദയകുമാർ വളരെ പരിചിതനാണ് നാട്ടിൽ. പിന്നെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ സമരത്തിന് നൽകിയ പ്രചാരണം കൂടുതൽ പ്രസിദ്ധനാക്കി. വഴിവക്കിൽ പ്രചാരണ വാഹനത്തെ തിരിഞ്ഞുനോക്കുന്ന ഒരുപാട് പേർ, സന്ധ്യയ്ക്ക് വഴിവക്കിൽ കുശലം പറയാനെത്തിയവർ. റഷ്യൻ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി നടപ്പാക്കുന്ന ആണവ നിലയത്തിനെ തടസ്സപ്പെടുത്താൻ അമേരിക്ക ഉദയകുമാറിന്റെ പ്രതിഷേധം ആയുധമാക്കുന്നുവെന്ന് ആരോപണം വന്നു. കേന്ദ്രത്തിൽ മന്ത്രിയായ നാരായണസ്വാമി പോലും ഇതേ ആക്ഷേപം പൊതുവേദിയിൽ ഉയർത്തിവിട്ടു. പക്ഷേ ഉദയകുമാർ ഇതിനു മറുപടിയായി നിയമ നടപടിക്കൊരുങ്ങിയപ്പോൾ നാരായണസ്വാമി ഉൾവലിഞ്ഞു. ആണവ നിലയം പ്രവർത്തനക്ഷമമായി എന്ന് സർക്കാർ പറയുന്നു. ജനങ്ങളുടെ വിഷയങ്ങൾ ഇനിയും ആശങ്കയിൽ നിലനിൽക്കുന്നതേ ഉള്ളൂ. സമരം ഉച്ചത്തിൽ പോയതിനു ശേഷം ഏകദേശം ഇപ്പോഴില്ലാതായിരിക്കുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ തിരഞ്ഞെടുപ്പിന് ശേഷം. എന്തായിരിക്കും താങ്കളുടെ മനസ്സിലുള്ളത്? ഞങ്ങൾ ഡെഫിനറ്റായിട്ട് ഈ കൂടംകുളം ആണവ നിലയത്തിനെതിരായിട്ടും ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിന് എതിരായിട്ടും ഡെഫിനറ്റായിട്ടും ഞങ്ങൾ സംസാരിക്കും, ഞങ്ങൾ എഴുതും, ഞങ്ങൾ ആൾക്കാരെ പഠിപ്പിക്കും, ഞങ്ങൾ സമരം വേണമെങ്കിൽ സമരം ചെയ്യും. എന്തൊക്കെ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എല്ലാം ഞങ്ങൾ ചെയ്യും. ഇന്ത്യ മുഴുവനും ചെയ്യും. പ്രധാനമന്ത്രി പോലും പൊതുവേദിയിൽ പ്രതിഷേധക്കാരുടെ പിന്നിൽ അന്താരാഷ്ട്ര ലോബി ഉണ്ടെന്ന് പറഞ്ഞുവെച്ചു. ഉദയകുമാറിന്റെ പേരിലുള്ള NGO വിദേശ പണം വാങ്ങുന്നുവെന്നാരോപിച്ച് സർക്കാർ നടപടികൾക്ക് മുതിർന്നു. പക്ഷേ ഇതിലൊന്നും കുലുങ്ങാതെ കൂടംകുളംകാരുടെ പ്രതിഷേധം അതിന്റെ ഉച്ചത്തിലേക്ക് കുതിച്ചു. തമിഴ്നാട്ടിലെ പൊളിറ്റിക്സിന് ഒരു ദ്രാവിഡൻ പാർട്ടിക്സിൻ്റെ ഒരു സെൻസേഷണൽ പൊളിറ്റിക്സിൻ്റെ ഒരു മിക്സ് കൂടിയുണ്ട്. അത് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായ താങ്കളും നേരിടേണ്ടി വരും. ശ്രീലങ്കൻ ഇഷ്യൂ പോലുള്ള പ്രശ്നങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ എത്രത്തോളം സെൻസിറ്റൈസ് ചെയ്യപ്പെടുന്നുണ്ട് ജനങ്ങൾ, റിയൽ ഇഷ്യൂസിൽ നിന്ന് എത്രത്തോളം മാറിപ്പോകുന്നുണ്ട്, ആം ആദ്മി പാർട്ടി എത്രത്തോളം റിയൽ ഇഷ്യൂസിൽ ഫോക്കസ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എത്രത്തോളം വിജയിക്കുന്നുണ്ട്? അതിന് കാരണം ഈ ഇഷ്യൂസ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ പോളിറ്റീഷ്യൻസൊക്കെ ഒരു ടീച്ചർ പോലെ ഈ സ്റ്റേറ്റിൻ്റെ ഇഷ്യൂസ് മക്കൾക്ക് മനസ്സിലാക്കുന്നതോ അല്ലെങ്കിൽ അതിലൊരു സ്റ്റാൻഡ് എടുക്കാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതോ ഇല്ല. ഇവരിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാണ്, ഇങ്ങനെ സെൻസേഷണലൈസ് ചെയ്ത് അതിൽ നിന്ന് ഒരു ഇമോഷണലാക്കി അവർക്ക് വേണ്ടിയ ഒരു സ്റ്റാൻഡ് എടുക്കാനുണ്ടായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇവരിരിക്കുന്നത്. അത് തെറ്റാണ്. ഇപ്പം ഞങ്ങൾ ആ പോളിറ്റിക്സ് കളഞ്ഞിട്ട് ഞങ്ങൾ ഒരു ആൾട്ടർനേറ്റീവ് പോളിറ്റിക്സ് കൊണ്ടുവരുന്നുണ്ട്. ഈ ആണവ നിലയം പ്രശ്നം പറ്റുമ്പോൾ ആ പ്രശ്നത്തിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ടിയുള്ള എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആ അപ്രോച്ച് ഞങ്ങൾ കയ്യിലെടുക്കുന്നു. പക്ഷേ കന്യാകുമാരി മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉദയകുമാറിന് വളരെ അകലെയാണ്. നേതാക്കൾ ഒരു കാലത്ത് അനുകൂലമായി ആ ജനപിന്തുണയും നേതാക്കളുടെ സമ്മർദ്ദവുമാണ് ഒരുപക്ഷെ ഉദയകുമാറിനെ ഇന്ന് തെരഞ്ഞെടുപ്പ് നിർത്താൻ സഹായിക്കുന്നത്. தமிழ் மக்களை இந்த காங்கிரஸ் அரசு வஞ்சிக்கிறது. കോൺഗ്രസും ദ്രാവിഡ കക്ഷികളും BJPയും ശക്തിയുറപ്പുള്ള ഇവിടെ ആം ആദ്മി ഒരു സാന്നിധ്യം തെളിയിക്കുമെന്നത് തീർച്ച. വളരെയധികം അടിയൊഴുക്കുകളുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉദയകുമാർ എന്ന ഒറ്റയാൾ പട്ടാളം പറ്റാവുന്നത്ര വിവേകത്തോടെ കരുക്കൾ നീക്കുന്നു. ദ്രാവിഡ രാഷ്ട്രീയക്കാർ ജനത്തിന്റെ ദുർബല വികാരങ്ങൾ ഇളക്കുന്ന വിഷയങ്ങൾ ഉയർത്തി ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചുവിടുമ്പോൾ ഉദയകുമാർ അല്പം ശ്രദ്ധയോടെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നു. ഇന്ത്യയിലെ പൊളിറ്റിക്സ് അതിൻ്റെ ഒരു ഫ്ലോയിൽ പോകും. ആം ആദ്മി പാർട്ടിക്ക് ഒരു പക്ഷേ ക്യാച്ചപ്പ് ചെയ്യേണ്ടത് ഒരു ഷോർട്ട് ടൈം ഗെയിൻസ് ഉണ്ടായാലും ലോങ് ടൈം കുറച്ചുകൂടെ സസ്റ്റെയിൻ ചെയ്യുക പ്രയാസപ്പെട്ട കാര്യമാണ്. ഒരു മേജർ പാർട്ടിയായിട്ട് വരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇന്ത്യയിൽ. താങ്കൾ ജയാപജയങ്ങൾക്കപ്പുറം ഇൻസ്പൈറ്റ് ഓഫ് വെദർ യു വിൻ ദ ഇലക്ഷൻ ഓർ ലൂസ് ദ ഇലക്ഷൻ, എന്താണ് ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി ലോങ് ടേം ആയിട്ട് മനസ്സിലുള്ളത്? എത്തരത്തിലാവും ഇനി ഭാവിയിലെ സാമൂഹിക പ്രവർത്തനം? ഞാൻ നേരെ വിചാരിക്കുന്നു ആൾക്കാർ മടുത്തുപോയിരിക്കുകയാണ്. ഈ കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ആൾക്കാർ മടുത്തുപോയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഈ DMK ADMK എന്നുള്ള ആൾക്കാർക്ക് പീപ്പിൾ ആർ സിക്ക് ആൻഡ് ടയർഡ്. അപ്പോൾ ആൾക്കാർക്ക് ഒരു ആൾട്ടർനേറ്റീവ് വേണമെന്നാണ് വിചാരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ കൾച്ചർ കൊണ്ടുവരാൻ പറ്റും. ഈ ഫ്രസ്ട്രേഷൻ നമ്മൾ മുതലാക്കാൻ പറ്റും. ഒരു വാക്യൂം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം തന്നെ കരുണാനിധി ജയലളിത വയസ്സായിക്കൊണ്ടിരിക്കുന്നു. അവിടെ കോൺഗ്രസിലും ലീഡർഷിപ്പ് ഇല്ല. BJPയും ഈ നരേന്ദ്രമോദിയുടെ ഈ ബസ്റ്റൊക്കെ ഇപ്പോൾ പൊട്ടിത്തെറിക്കാൻ പോവാണ്. അപ്പോൾ ആ സമയത്ത് ഒരു വാക്യൂം ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കിരിക്കുന്നത്. ഡെഫിനറ്റായിട്ട് ഞങ്ങൾ അതിനുള്ള ഭാരതയാത്ര 2014. ഭാരതയാത്ര 2014. ഉദയകുമാർ ഒരു വേള ഒന്ന് താഴെ ഇറങ്ങി. മിനിറ്റുകൾക്കപ്പുറം വണ്ടിയിലേക്ക് തിരിച്ചു കയറണം. അതിനിടയിൽ ഒരു ചായ കൂടി. പക്ഷേ വാഹനത്തിൽ പ്രസംഗം മറ്റുള്ളവർ തുടരുന്നു.
നേരമിരുട്ടിയിട്ടും ചെറുകൂട്ടങ്ങളായി നാട്ടുകാർ പ്രസംഗം കേട്ടുകൊണ്ട്. ആണവ ദുരന്തത്തെക്കുറിച്ച് വലുതായൊന്നും അറിയാത്തവരാണ് പലരും. പക്ഷേ പലർക്കും ഒരു തോന്നലുണ്ട്, ഈ വരുന്ന പദ്ധതി എന്തോ നാട്ടിന് കേടാണെന്ന്. ആണവ പ്രശ്നം മാത്രമല്ല, പക്ഷേ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ തുമ്പത്ത് കന്യാകുമാരി അടിസ്ഥാന വികസനത്തിന്റെ നാമ്പുകൾ ഉയരാതെ വീർപ്പുമുട്ടുകയാണ്. കൃഷിയും മത്സ്യബന്ധനവും കൊണ്ട് ജീവിക്കുന്ന ജനത ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഉഴലുമ്പോൾ ഉദയകുമാർ പൊതുവിഷയങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നു. കന്യാകുമാരി വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ടൗൺ ആണ്, ലോകം അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു മിക്സ് ഓഫ് ക്രൗഡാണ്. അർബൻ പോലെ തന്നെ വളരെയധികം വാസ്റ്റ് റൂറൽ കോസ്റ്റൽ ഏരിയ. ഈ ജനങ്ങളുടെ വളരെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എത്രത്തോളം മുന്നോട്ട് വരുന്നുണ്ട്, ബേസിക് ലൈവ്ലിഹുഡ് ഇഷ്യൂസ്. നമ്മൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ ഇക്കണോമിക് ബേസിസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. പക്ഷേ ഇപ്പോൾ അഗ്രികൾച്ചർ വളരെ നഷ്ടമായിരിക്കുന്നത് കൊണ്ട് ഒരുപാട് പേര് അവരുടെ നിലങ്ങളെയൊക്കെ ഇങ്ങനെ നമ്മുടെ ലാൻഡ് മാഫിയ എടുത്ത് കൊടുത്തിട്ട് പുറത്തു പോവുകയാണ്. അപ്പോൾ അതുപറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഈ ഫാർമേഴ്സിൻ്റെ ലൈവ്ലിഹുഡ് വളരെ വലിയ ഒരു പ്രശ്നമായിരിക്കുന്നു. അതുപോലെ ഈ കൂടംകുളം ആണവ നിലയത്തിൻ്റെ സേഫ്റ്റി ഇഷ്യൂസ്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ 44 മീൻപിടുത്തക്കാരുടെ വില്ലേജസ് ഉണ്ട്. അപ്പോൾ അവരുടെ ലൈവ്ലിഹുഡ് ഇഷ്യൂസ് പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഈ റീറ്റെയിൽ ട്രേഡിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ ഇവിടെ ഇരിക്കുന്ന ഈ ചെറിയ കടകൾ വെച്ചിരിക്കുന്ന ട്രേഡേഴ്സൊക്കെ വളരെ അഫക്റ്റഡ് ആവും. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റുകളും അങ്ങനെ അഫക്റ്റഡ് ആവുകയാണ്. അപ്പോൾ അതുപറ്റി നമ്മൾ പറയുന്നു. പക്ഷേ കറന്റ് ആധുനിക സമൂഹത്തിന്റെ അത്യാവശ്യമാവുകയും പിന്നെ വളരുന്ന ആവശ്യത്തിനോടൊപ്പം ഉൽപാദനം വളരാത്ത സാഹചര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും തങ്ങളുടെ പങ്കിനായി സമ്മർദ്ദം ചെലുത്തുന്നു. അങ്ങനെ ആണവ നിലയത്തെ എതിർക്കുന്നവരും അവിടുത്തെ കറന്റ് കിട്ടാൻ കാത്തു നിൽക്കുന്നു. ഇതിലൊരു മുഖ്യ വിഷയം, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് മണിക്കൂറുകളോളം വൈദ്യുതിയില്ല. അത് പ്രത്യേകിച്ച് വേനൽക്കാലത്താണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. മണിക്കൂറുകളോളം വൈദ്യുതിയില്ല, ഫാനില്ല, ജീവിതം വളരെയധികം ദുരിതപൂർണ്ണമാകും. ആണവ നിലയം വന്നാലും പ്രശ്നമില്ല, ദൈനംദിന ജീവിതത്തിൽ ഒരുവിധം ജീവിച്ചു പോകാനുള്ള സൗകര്യം ലഭിക്കുമോ എന്നുള്ളൊരു ചിന്ത പക്ഷേ പൊതുജനത്തിനും ഉണ്ടാകാം. ഇത് മനസ്സിലാക്കുന്നുണ്ടോ ഒരു സൈക്കിൾ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നമുക്ക് ഇലക്ട്രിസിറ്റി വേണ്ടാന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇലക്ട്രിസിറ്റി വേണം, ഡെവലപ്മെൻറ്റ് വേണം. പക്ഷെ ആരുടെ ഡെവലപ്മെൻറ്റ്? ആർക്ക് വേണ്ടി ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ ജർമ്മനി പോലെയുള്ള ദേശങ്ങളിൽ സോളാർ പവർ മൂലം മറ്റേ വിൻഡ് മിൽസ് വഴി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെപ്പോലെയുള്ള 365 ദിവസവും സൺലൈറ്റ് കിട്ടുന്ന നമ്മുടെ നാട്ടിൽ ഇതുകൊണ്ട് അത് ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് ഒരുപാട് വിൻഡ് റിച്ച് ഏരിയാസ് ഉണ്ട്. നമുക്ക് 7500 കിലോമീറ്റർ ലോങ് കോസ്റ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ നമുക്കുള്ള ടെക്നോളജിക്കൽ നോഹാവ് ഉണ്ട്, നമുക്ക് സയൻറ്റിഫിക് മാൻ പവർ ഉണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് എന്തിനാ വെറുതെ ഈ അമേരിക്കൻസും റഷ്യൻസും ഫ്രഞ്ചുകാരും തരുന്ന കമ്മീഷനുക്ക് വേണ്ടി ഈ അവരുടെ ഡിസ്ക്രെഡിറ്റഡ് ടെക്നോളജി നമ്മൾ മേടിക്കണമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഉദയകുമാർ ചായ കുടിച്ച് ഊർജം നേടി വീണ്ടും വണ്ടിയുടെ അടുത്തെത്തി. ഒരു ചെറു പ്രസംഗം വേണം. വലിയ കൂട്ടമില്ലെങ്കിലും കൂടി നിന്ന നാട്ടുകാർ ഉദയകുമാറിനെ പ്രതീക്ഷിച്ചു നിന്ന പോലെ. മറ്റു കവലകളിൽ തുടർന്ന പ്രസംഗത്തിന്റെ ചേലിൽ ഉദയകുമാർ വീണ്ടും ഒഴിഞ്ഞു. അതേ പ്രശ്നങ്ങൾ, അതേ വിഷയങ്ങൾ. വരും തലമുറയ്ക്ക് ഒരു നല്ല ലോകം കൊടുക്കണമെന്ന് തന്റെ സ്വപ്നം ഉദയകുമാർ ഉയർത്തിവിട്ടു. വാഹനങ്ങൾ തലങ്ങും വിലങ്ങും കടന്നുപോകുന്നു. തടസ്സങ്ങൾ ബാധിക്കാതെ ഉദയകുമാർ പ്രസംഗം തുടർന്നു. അതേ ഭാഷയിൽ, അതേ വാശിയിൽ. പിരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്ന ജനം. കടകളിലും ഭക്ഷണശാലകളിലും വന്നുപോകുന്ന ജനങ്ങൾ ഉദയകുമാറിന്റെ ശ്രോതാക്കളായി. പ്രചാരണത്തിൽ എളിമയും ലാളിത്യവും. ഉദയകുമാറിന്റെ പ്രക്ഷോഭത്തിന് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും നേതാക്കൾ പിന്തുണയുമായെത്തി. ഇതിൽ VS അച്യുതാനന്ദനും ഉൾപ്പെട്ടിരുന്നു. പാർട്ടിയുടെ വിലക്കിനെ അതിജീവിച്ച് VS കൂടംകുളത്തേക്ക് തിരിച്ചതും പിന്നീട് ക്രമസമാധാന പ്രശ്നം പറഞ്ഞു വന്ന വണ്ടിയിൽ തിരികെ പോയതും നാം കണ്ടതാണ്. CPM-ന് റഷ്യൻ സഹകരണമായതുകൊണ്ടാകാം നിലയത്തോട് എതിർപ്പുമില്ല. അങ്ങനെ കലങ്ങിമറിഞ്ഞ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയാണ് ഉദയകുമാറിന്റെ സമരത്തിനു ചുറ്റും പലരും ഒരുക്കി വെച്ചത്. ഈ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ, ഈവൻ ജയലളിത സർക്കാർ പോലും ഇത്തരത്തിലുള്ള ആണവ നിലയം ജനങ്ങൾക്ക് അപകടകരമാകും എന്നൊരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉൽപ്പാദനം തുടങ്ങാനുള്ള സമയമായപ്പോഴേക്കും, ഇത് ജനറേറ്റ് ചെയ്യാവുന്ന വൈദ്യുതിയുടെ അളവ് അറിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒരു ബെറ്റർ ഷെയർ വേണമെന്ന വാഗ്ദാനവുമായിട്ട് ഗവൺമെൻറ്റുകൾ വരുന്നു. കേരളവും പോലും അവകാശപ്പെടുന്നു. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തോട്ട് അല്ലെങ്കിൽ ഡ്യുവൽ സ്റ്റാൻഡ് എങ്ങനെയാണ് സമരക്കാർ ഇതിനെ കാണുന്നത്? ഇതൊരു ഹിപ്പോക്രറ്റിക്കൽ സ്റ്റാൻഡാണ്. കേരളത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് പറയാം നമ്മുടെ സെൻട്രലിലും കോൺഗ്രസ് ഗവൺമെൻറ് ആയിരിക്കുന്നു, കേരളത്തിലും കോൺഗ്രസ് ഗവൺമെൻറ് ആയിരിക്കുന്നു. കൂടംകുളം ആണവ നിലയം ഈ ന്യൂക്ലിയർ ടെക്നോളജി തന്നെ വളരെ സേഫാണ്. അപ്പോൾ കേരളത്തിൽ 2 ആണവ നിലയം നമുക്ക്
എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നുള്ള ഒരു സ്റ്റാൻഡ് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അതേപോലെ കൂടംകുളം ആണവ നിലയത്തിലുള്ള വേസ്റ്റൊക്കെ കൊണ്ടുപോയി കർണാടകത്തിൽ പുതയ്ക്കണമെന്ന് വെച്ച് പറഞ്ഞപ്പോൾ കർണാടകത്തിൽ ഒരു വലിയ വിപ്ലവം തുടങ്ങി. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയും BJP ഒക്കെ ഓരോ സ്റ്റേറ്റിനും ഓരോ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. ആ ഹിപ്പോക്രസി തമിഴ്നാട്ടിലുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് കേരളത്തിലും ആണവ നിലയം ചെയ്യണമെന്നുള്ള അല്ല. നമുക്ക് ഒട്ടുമൊത്ത ഇന്ത്യയിൽ നമുക്ക് ഈ ന്യൂക്ലിയർ ടെക്നോളജി വേണ്ട. ഇത് സേഫ് അല്ല. നമ്മളെപ്പോലെ ഉള്ള ക്രൗഡഡ് കൺട്രിയിൽ, ഒരു ഹൈലി ഡെൻസ്ലി പോപ്പുലേറ്റഡ് കൺട്രിയിൽ ഇത് വേണ്ട. ഇപ്പോൾ ഭോപ്പാൽ ആക്സിഡൻറ്റ് കഴിഞ്ഞ് നമുക്ക് 30 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് ശരി ചെയ്തിട്ടില്ല. അവിടെ ഉള്ള വിക്ടിംസിന് യാതൊരു ഹെൽപ്പും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. ആണവ നിലയത്തിനെതിരായ സമരം തെരഞ്ഞെടുപ്പ് കൊണ്ട് തീരില്ലെന്ന് ഉദയകുമാർ തറപ്പിച്ചു പറയുന്നു. ഈ ജീവിതം ഈ ഒരു ജനതയ്ക്ക് വേണ്ടി എന്ന പോലെ ഉദയകുമാർ ആത്മാർത്ഥതയോടെ പറയുമ്പോൾ ഒരു സത്യസന്ധമായ ആവേശം കാണാനാകും. പ്രചാരണം ഏകദേശം തീരാറായി. വിട പറയാൻ സമയമായി. ഒരു പോരാളിക്ക് ചേരുന്ന യാത്രാമംഗളവും ഒപ്പം ആശംസയും കൊടുക്കണമെന്ന് തോന്നി. വിയർത്ത ശരീരത്തിലെ ആവേശം തണുക്കാതെ ഹൃദയമിടിപ്പ് ഏറ്റുവാങ്ങി മടങ്ങുമ്പോൾ ആർക്കും ഒരു സത്യസന്ധമായ വികാരം തോന്നും. ഇന്നത്തെ വലിയ കോലാഹലമുള്ള തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ഉദയകുമാറിന്റെ പ്രചാരണം ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാം. പക്ഷേ ഇതിന്റെ പിന്നിലെ ജനവികാരം ഒരുനാൾ തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യും. കന്യാകുമാരിയിൽ ഒരു വലിയ യുദ്ധത്തിലാണ് ഉദയകുമാർ. തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ വാഴുമോ വീഴുമോ എന്ന് കണ്ടറിയണം. പക്ഷേ ഇതിനുശേഷം ഒരു ജനത്തിനും മണ്ണിനും വേണ്ടി എല്ലാ കാലവും നിലനിൽക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഉദയകുമാർ മത്സര രംഗത്ത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. That's very nice. So much of greetings and messages and best wishes from all of us. Thank you. Thank you. We'll come back. ഭാരതയാത്ര 2014